പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാണ്ടൊരു 10 വർഷക്കാലത്തിനിടയിൽ CPM-ൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ചെറുപ്പക്കാരനായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേരാണ് ശ്രീ എം സ്വരാജ്. എം സ്വരാജിനെ നമ്മൾ കേട്ടത് ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എം സ്വരാജ് അത് പറഞ്ഞെന്നും പറഞ്ഞില്ലെന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് CPM-ൻ്റെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നടന്നൊരു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് അറിയില്ല. അല്ല, ആലപ്പുഴയിൽ നടന്ന CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പ്രസംഗിച്ചു എം സ്വരാജ് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എം സ്വരാജ് അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ CPM-ൽ ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എം സ്വരാജിനെ പോലെ വേറൊരാൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എം സ്വരാജ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ മറ്റോ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. മലപ്പുറത്തു നിന്നുള്ള നേതാവാണ്. എം സ്വരാജ് ഒരു വാഗ്മിയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അത്യുജ്വലമായി സംസാരിക്കുന്ന, സാമാന്യം നല്ല പാണ്ഡിത്യമുള്ള ഒരു നേതാവാണ് എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ CPM-ൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരെ നമ്മൾ എടുത്താൽ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ചെറുപ്പക്കാരല്ലെങ്കിൽ പോലും ചെറുപ്പക്കാരെന്ന് രാഷ്ട്രീയത്തിൽ നമുക്ക് പറയാവുന്ന ബാലഗോപാൽ, P രാജീവ്, PK ബിജു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് അവരൊക്കെയായി താരതമ്യം ചെയ്താൽ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു വിവരത്തിൻ്റെ കാര്യത്തിലും പ്രത്യയശാസ്ത്ര ശുദ്ധിയുടെ കാര്യത്തിലും പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ശ്രീമാൻ എം സ്വരാജ്. പ്രസംഗ പാഠവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും മെച്ചപ്പെട്ടത് എം സ്വരാജാണെന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. എം സ്വരാജ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് വരെയൊക്കെ ചാനലിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുമായിരുന്നു. പ്രത്യക്ഷപ്പെടുന്ന സമയത്തൊക്കെ തന്നെ എതിരാളികളെ മലർത്തിയടിക്കുന്നതിൽ വളരെയേറെ വിരുദ്ധുള്ള ഒരു നേതാവായിരുന്നു ശ്രീമാൻ എം സ്വരാജ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2016, 2021 ആണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വരാജ് തൃപ്പൂണിത്തറയിൽ നിന്ന് MLA ആയിരുന്നു. ആ കാലഘട്ടത്തിൽ LDF-ൻ്റെ നിയമസഭയിലെ ഒരു പ്രധാനപ്പെട്ട കുന്തമുനയായിരുന്നു എം സ്വരാജ്. തൻ്റെ പ്രസംഗ പാഠവത്തിലൂടെ UDF-ൻ്റെ നേതാക്കന്മാരെയൊക്കെ മലർത്തിയടിക്കുന്നതിൽ പ്രത്യേക വിരുദ് കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീമാൻ എം സ്വരാജ്. എം സ്വരാജ് ഈ പറഞ്ഞതുപോലെ ഒരു UDF-ൻ്റെ കുറച്ച് കാലമായി UDF-ൻ്റെ ഉറച്ച മണ്ഡലമായി നിൽക്കുന്ന തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജയിച്ചു വന്നത്. നിയമസഭയിലെ പ്രസംഗങ്ങളിൽ വലിയ തോതിലുള്ള ഒരു ആധിപത്യം സ്വരാജിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. 2016, 2021 കാലഘട്ടത്തിൽ LDF-ൻ്റെ ഒരുപാട് സീനിയർ നേതാക്കന്മാർ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം കവച്ചു വെക്കുന്ന നിലയിൽ നിയമസഭയിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തി LDF-ൻ്റെ ഈ പറഞ്ഞ പോലെ നയങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രത്യേക കഴിവുള്ള ഒരു നേതാവായിരുന്നു ശ്രീ എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അയാൾ SFIയുടെ ഭാരവാഹിയായിരുന്ന സമയത്ത് SFI വലിയ വളർച്ച നേരിട്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അസാമാന്യമായിട്ടുള്ള പ്രസംഗ പാഠവുമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. CPM-ൻ്റെ ചെറുപ്പക്കാർ നേതാക്കന്മാരെക്കാളൊക്കെ കൂടുതൽ ഫോളോവേഴ്സ് ഈ സാമൂഹ്യ മാധ്യമത്തിലുള്ളത് എം സ്വരാജിനായിരുന്നു. സ്വാഭാവികമായി എം സ്വരാജ് 2021 മത്സരിച്ചപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ യാതൊരു സംശയവുമില്ല എം സ്വരാജ് മന്ത്രിയാകുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാരണം പിണറായി വിജയനും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എം സ്വരാജ് എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. എതിരാളികളെയൊക്കെ ശക്തമായി ആക്രമിക്കാൻ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് എം സ്വരാജിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ 2021 CPM-ന് ഏതാണ്ട് 99 സീറ്റ് കിട്ടിയെങ്കിലും നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ തൃപ്പൂണിത്തറയിൽ സ്വരാജ് പരാജയപ്പെടുന്ന ആരും കരുതിയില്ല. കെ ബാബുവിൻ്റെ അടുത്താണ് പരാജയപ്പെടുന്നത്. ചെറിയ വോട്ടുകൾക്കാണെങ്കിലും പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാകേണ്ടിയിരുന്ന എം സ്വരാജ് പരാജയപ്പെട്ടത് എം സ്വരാജിന് വലിയ തിരിച്ചടിയായിപ്പോയി. എം സ്വരാജ് തൻ്റെ പരാജയം അംഗീകരിക്കാൻ തയ്യാറാവാതെ കെ ബാബുവിനെതിരെ
തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേസുമായി മുന്നോട്ട് പോയി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കേസിലൊന്നും സ്വരാജിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഉണ്ടായില്ല. അങ്ങനെ വലിയൊരു തിരിച്ചടി സ്വരാജ് നേരിട്ടു. അതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്വരാജിൻ്റെ തിരിച്ചടി. പക്ഷേ ആ തിരിച്ചടി നേരിട്ടുവെങ്കിലും അധികം താമസിയാതെ സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ട് അധികം കാലം കഴിയാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു നേതാവായിരുന്നു എം സ്വരാജ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ രംഗത്തൊക്കെ വലിയ സ്വാധീനമൊക്കെ ചെലുത്തി. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ വലിയ പിന്തുണ, അതായത് CPM ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ വലിയ പിന്തുണ നേടി. അദ്ദേഹം ഇങ്ങനെ വിരാജിക്കുന്ന സമയത്ത് എനിക്കൊന്ന് കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ശ്രീമതി MV ഗോവിന്ദൻ നമ്മളാരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എം സ്വരാജിനെതിരെ ഒരു പരാമർശം നടത്തി. നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എം സ്വരാജ് കമ്മിറ്റികൾക്കൊന്നും വരാൻ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് എം സ്വരാജ് എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് എം സ്വരാജിനോട് കമ്മിറ്റികളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കണം എന്നാവശ്യപ്പെടും എന്ന് ശ്രീമതി MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞപ്പോൾ നമുക്കൊക്കെ തന്നെ ഒരു സംശയം തോന്നി. എന്താണ് ഇങ്ങനെ? അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം സ്വരാജ് പയ്യെ പാർട്ടി നേതൃത്വത്തിന് അനഭിമതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അതിന് കാരണമായി അറിയാൻ കഴിഞ്ഞത് മരുമകന്റെ ആധിപത്യത്തിന് ഒരു തടസ്സമാകും എം സ്വരാജ് എന്നുള്ളത് കൊണ്ടാണ് CPM-ന്റെ MV ഗോവിന്ദന്റെ പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഔദ്യോഗിക നേതൃത്വത്തിന് എം സ്വരാജ് അനഭിമതനായി തുടങ്ങിയത് എന്നും അതുകൊണ്ടാണ് എം സ്വരാജിനെ പരസ്യമായി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എം സ്വരാജ് കമ്മിറ്റികൾക്കൊക്കെ വരുന്നില്ല എന്നുള്ളതാണെങ്കിൽ, എം സ്വരാജ് കമ്മിറ്റികൾക്കൊക്കെ പങ്കെടുക്കുന്നില്ലെങ്കിൽ എം സ്വരാജിനോട് സ്വകാര്യമായ പാർട്ടിക്കകത്തോ പറയേണ്ട കാര്യമുള്ളൂ. MV ഗോവിന്ദൻ പുറത്തു വന്ന് എം സ്വരാജിനെ കുറിച്ചിട്ട് ഒരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പൊ അത് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എം സ്വരാജ് പാർട്ടി നേതൃത്വത്തിന് അനഭിമതനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ അനഭിമതനായിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന് ഒരു മത്സരം ആകുമോ എം സ്വരാജ് എന്നുള്ള തോന്നൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ആ സമയത്ത് ലഭിച്ചത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ പുതിയമായൊരു തീരുമാനം കൂടെ ഉണ്ടായിരിക്കുന്നു. ആ തീരുമാനം കൂടെ ഉണ്ടായ സാഹചര്യത്തിൽ എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്? നിലമ്പൂരിൽ വലിയ വോട്ടിന് എം സ്വരാജ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയായി ശ്രീമാൻ എം സ്വരാജ് മാറും. 2021 തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് തോറ്റതാണ്. ഇപ്പൊ 2025 കൂടെ എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് തോൽക്കുന്നതോടുകൂടി എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ അത് വലിയ തോതിൽ കരിനിഴൽ വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും ഈ 2025 ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിന് എം സ്വരാജ് തോൽക്കുന്നതോടുകൂടി 2026 സ്വരാജിന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടുമോ എന്നുള്ള സംശയത്തിലേക്ക് അത് മാറും. സ്വാഭാവികമായും എം സ്വരാജിനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരുമകനൊരു മത്സരമാകുമോ എം സ്വരാജ് എന്നുള്ള ഒരു സംശയം ഔദ്യോഗിക നേതൃത്വത്തിന് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സ്വരാജിനെ പോലൊരാളെ നിലമ്പൂരിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം സ്വരാജിനെ കൊണ്ടുചെന്ന് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുമ്പോൾ അത് എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. 2021 തോറ്റു, 2025 വലിയ വോട്ടിനും കൂടെ തോക്കുന്നതോടുകൂടി 2026 പിന്നെ എം സ്വരാജിനെ പരിഗണിക്കുക പോലുമില്ല.
യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ മത്സരത്തിന് തീരുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഒരു കാരണവശാലും ഒരു ജയസാധ്യതയുമില്ലാത്ത ഒരു സീറ്റാണ് നിലമ്പൂർ. അവിടെ ഏതെങ്കിലും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി ഒരു മത്സരം പോലെ ഒന്നെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു CPM വേണ്ടിയിരുന്നത്. 7 ദിവസമായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 6-7 ദിവസമായിട്ട് ഒരു പൊതു സ്വതന്ത്രനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പോലും കണ്ടുപിടിക്കാൻ CPM-ന് നിലമ്പൂരിൽ കഴിയാത്ത സാഹചര്യത്തിൽ വലിയൊരു വമ്പൻ തോൽവി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എം സ്വരാജിനെ പോലൊരു നേതാവിനെ നിലമ്പൂർ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എം സ്വരാജിന്റെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അവസാന പരീക്ഷണമായി നിലമ്പൂർ മാറാൻ പോവുകയാണ്. എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ തോൽക്കുന്നതോടുകൂടി ആ എം സ്വരാജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഭാവി ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അതിനൊരു അറവ് മാടിനെ പോലെ ആണ് എം സ്വരാജിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എം സ്വരാജ് എപ്പോൾ മരുമകനൊരു ഭീഷണിയായോ അന്ന് മുതൽ തുടങ്ങിയതാണ് എം സ്വരാജിൻ്റെ ഈ പറഞ്ഞ പോലെ മോശമായിട്ടുള്ള തലവര. അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി അത് പൂർണ്ണമാകാൻ പോവുകയാണ്. എം സ്വരാജ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി 2025 ജൂൺ 19 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് അവസാനിക്കും എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും.